ഗബ്രി വീണ്ടും ജാസ്മിനെ കൺഫ്യൂഷൻ ആക്കുകയാണോ അതോ ജാസ്മിൻ ഗബ്രീനെ കൺഫ്യൂഷൻ ആക്കുകയാണോ? എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? അതേപോലെ ജിൻഡോ എല്ലാവരോടും നടന്ന് സോറി പറയുന്നത് സിമ്പതി കിട്ടാനാണോ അതോ വോട്ട് കിട്ടാനാണോ? അൻസിബ തിരിച്ചെത്തിയ സ്ഥിതിക്ക് ഋഷി പഴയ കട്ടിൽവാസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 97 പറയാൻ മാത്രം കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. ബിഗ് ബോസ് സ്റ്റാർട്ടിങ് മുതലേ ഏകദേശം പകുതി വരെയും ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവുക ഗബ്രീനെയും ജാസ്മിനെയും കുറിച്ചായിരിക്കും അല്ലെ. ഷോ സ്റ്റാർട്ടിങ് തന്നെ രണ്ടാളും അറ്റൻഷൻ നേടിയെടുത്തുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരു ജാസ്പ്രി മയമായിരുന്നു. ഒരു ഒന്ന് രണ്ടാഴ്ചയോളം എപ്പിസോഡ് മുഴുവൻ രണ്ടാളുടെയും കണ്ടന്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയ ആയാലും എപ്പിസോഡ് ആയാലും ഇതിന്റെ ലൈവ് പോലും ഇവരുടെ കണ്ടന്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഗബ്രി പോയതോട് കൂടിയാണ് ഈ ഒരു കണ്ടന്റ് കുറഞ്ഞത് തന്നെ. പറഞ്ഞു വരുന്നത് തിരിച്ചെത്തിയ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള സംസാരത്തെ കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ മുക്കാൽ ഭാഗവും രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവര് പഴയ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ആ രീതിയിലാണ് ഇപ്പോഴും ഉള്ളത്. ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. കൂടുതലും ഗബ്രി ജാസ്മിന് സപ്പോർട്ട് കൊടുക്കുന്നതും കോൺഫിഡൻസ് കൊടുക്കുന്നതും ഒക്കെയാണ് ഈ സംസാരത്തിൽ ഉണ്ടായിരുന്നത്. മറ്റൊന്നും സംസാരിച്ചിരുന്നില്ല. ഒരുപക്ഷെ പുറത്ത് ജാസ്മിനെതിരെ ഉണ്ടായ സൈബർ അറ്റാക്കും അതുപോലെ നെഗറ്റീവ് ഇമേജ് ഒക്കെ കണക്കിലെടുത്തായിരിക്കണം മാക്സിമം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്വന്തം കാര്യം, ഫാമിലി ഇത് മാത്രം ചിന്തിച്ചാൽ മതി, പലരും പലതും പറയും, അത് മൈൻഡ് ചെയ്യരുത്, ഫോക്കസ് ഓൺ യുവർ സെൽഫ്, ഇങ്ങനെയൊക്കെ ഗബ്രി ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് നല്ല പോലെ ടെൻഷൻ ഉണ്ട്. കാരണം പുറത്തിറങ്ങിയാൽ എങ്ങനെയായിരിക്കും ആളുകൾ പ്രതികരിക്കുക, അതുപോലെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ചൊക്കെ നല്ല പോലെ ടെൻഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഫാമിലി വന്നു പോയതിനു ശേഷം, അതുപോലെ വൈൽഡ് കാർഡ് ആയിട്ട് വന്നിട്ടുള്ള സായി പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞത്, ഇതിനൊക്കെ ശേഷം ഈ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് അത്യാവശ്യം ടെൻഷൻ അടിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇതേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഗബ്രി തിരിച്ചെത്തിയപ്പോഴും മാക്സിമം കോൺഫിഡൻസ് ജാസ്മിന് കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും സംസാരം കണ്ട് ശരണ്യയും അതുപോലെ യമുന റാണിയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതായത് ജാസ്മിനും ഗബ്രിയും സംസാരിക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്ന സമയത്ത് തന്നെയാണ് ശരണ്യയും യമുനയും തമ്മിലുള്ള ആ ഒരു സംസാരം കാണിക്കുന്നത്. അതായത് ശരണ്യ പറയുന്നുണ്ട് ജാസ്മിൻ ചീപ്പ് ഗെയിമാണ് ഫോളോ ചെയ്യുന്നത്, ഫാമിലി വന്നിട്ട് പോലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, ഗബ്രിക്ക് പുറത്തുള്ള കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്, ജാസ്മിൻ അത്ര പോലും ബോധമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓൾറെഡി ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ എന്താണ് എന്നതിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അവര് രണ്ടുപേർക്കും തന്നെ എന്താണ് അല്ലെങ്കിൽ ഈ റിലേഷൻ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് പ്രണയത്തിലാണോ അല്ലെങ്കിൽ ഗെയിം സ്ട്രാറ്റജി ആണോ എന്നൊക്കെ മത്സരാർത്ഥികൾ തന്നെ ഒരു 100 തവണ ചോദിച്ചിട്ടുണ്ട്. ഇതിന് ലാലേട്ടൻ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും അവർക്ക് ഒരു കറക്റ്റ് ആൻസർ ഉണ്ടായിരുന്നില്ല. ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് ശരണ്യയും യമുനയും ഇതേപോലെ സംസാരിക്കുന്നത്. കാരണം തിരിച്ചെത്തിയിട്ടും ഇവർ തമ്മിലുള്ള ഇരിക്കലും സംസാരിക്കലും ഒക്കെ അവർക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടാൾ, അതായത് ശരണ്യ ആണെങ്കിലും യമുന ആണെങ്കിലും ഓൾറെഡി എവിക്റ്റ് ആയി പുറത്തുള്ള കാര്യങ്ങളൊക്കെ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിട്ടാണ് അവര് സംസാരിക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ നിലവില് ജാസ്മിന് അത്യാവശ്യം സൈബർ അറ്റാക്ക് ഉണ്ട്. അതൊക്കെ അറിഞ്ഞ് ആ ഒരു ബേസിലാണ് സംസാരിക്കുന്നത്. ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, പുറത്തുള്ള ഒരു കാര്യവും ജാസ്മിന് അറിയില്ല. ഗബ്രി വന്നത് തന്നെ ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ജാസ്മിൻ ഉള്ളത്. അതുകൊണ്ടാണ് അവർ ഒരു പക്ഷെ സംസാരിച്ചിട്ടുണ്ടാവുക. അതേപോലെ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ജാസ്മിനോട് ഗബ്രി ചോദിക്കുന്നുണ്ട്. അപ്പൊ മറുപടിയായി പറയുന്നത് എനിക്കിനി വെറും 2 ദിവസമേ ഉള്ളൂ, നുണ പറയേണ്ടടുത്ത് നുണ പറയേ നിവർത്തിയുള്ളൂ എന്നാണ് ജാസ്മിൻ മറുപടി പറഞ്ഞത്. അതിനുശേഷം ഗബ്രി പറയുന്നുണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നത് ജാസ്മിനെ കാണാനാണ്, അതുപോലെ ഒറ്റപ്പെട്ടു പോകുന്നത്, അതായത് ജാസ്മിൻ ഒറ്റപ്പെട്ടു പോകുന്നത് കൊണ്ട് അടുത്തിരിക്കണം, സംസാരിക്കണം, ഇതിനൊക്കെ വേണ്ടിയാണ് തിരിച്ചു വന്നതൊക്കെ. സ്വാഭാവികമായി ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും കൺഫ്യൂഷൻ തോന്നും. കാരണം ജാസ്മിന് വേണ്ടിയാണ് തിരിച്ചു വന്നത്, ജാസ്മിൻ ഒറ്റപ്പെടരുത് എന്ന് ആഗ്രഹത്താലാണ് തിരിച്ചു വന്നത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഏതൊരാൾക്കും കൺഫ്യൂഷൻ തോന്നും. അതിന്റെയൊക്കെ ബേസിലെ ആയിരിക്കണം ഈ ഒരു ശരണ്യ യമുനയൊക്കെ സംസാരിച്ചിട്ടുണ്ടാവാം. അതുപോലെ ഇന്നലെ 2 പേരാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത്, അൻസിബയും സുരേഷ് കുമാറും. അൻസിബ വന്നതും ഋഷി ഫുൾ ഹാപ്പി ആയിരുന്നു. അതിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അൻസിബ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരേ ഒരാൾ ഋഷിയായിരുന്നു. ആരെങ്കിലും വരുവാണെങ്കിൽ ഋഷി ഓടിപ്പോയി ഈ ഡോറിന്റെ അവിടെ ചെന്ന് നോക്കും അൻസിബയാണോ എന്ന് അറിയാൻ. അപ്പോൾ അൻസിബ വന്നപ്പോൾ ഋഷി ഫുൾ ഹാപ്പി മൂഡായിരുന്നു. വന്ന പാടെ തന്നെ നേരെ ഡെൻ റൂമിൽ കയറിയിരുന്നാണ് രണ്ടാളും സംസാരിക്കുന്നത്. ഇവർ രണ്ടാളും നമുക്കറിയാം ഫുൾ ടൈം ഡെൻ റൂമിൽ ഇരുന്ന് സംസാരിക്കലായിരുന്നു പതിവ്. ലാസ്റ്റ് വൈൽഡ് കാർഡ് വന്ന അൻസിബയ്ക്ക് കട്ടിൽ റാണി എന്നൊക്കെ പേരിട്ടപ്പോഴാണ് അത് മാറി പുറത്തേക്ക് ലിവിംഗ് റൂമിലേക്ക് പോലും ആ സംസാരം എത്തിയത്. അല്ലെങ്കിൽ അവര് ഇപ്പോഴും, അതായത് അൻസിബ പോകുന്നത് വരെയും റൂമിൽ തന്നെ ഇരിക്കലായിരിക്കും പണിയുണ്ടാവും. അത് പറഞ്ഞ കാരണമാണ് അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത്. തിരിച്ചു വന്നപ്പോഴും അവർ അവരുടെ മെമ്മറീസ്, അവരുടെ കാര്യങ്ങള്, പിന്നെ അതുപോലെ ഋഷിയുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. ഋഷി പറയുന്നുണ്ട് അൻസിബ പോയതിനു ശേഷം ഒറ്റപ്പെട്ടു പോയി, ഒരുമാതിരി അവസ്ഥയായിരുന്നു എന്നൊക്കെ. 1-2 ദിവസം ഋഷി
ഒരു സാഡ് ഇതിലായിരുന്നെങ്കിലും പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഋഷി ഓക്കെ ആയിരുന്നു, ഈ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അൻസിബ പോയതിന് ശേഷമാണ് ഋഷി ഗെയിം ട്രാക്കിലേക്ക് വന്നതും അതുപോലെ ഗെയിം കളിക്കാൻ തുടങ്ങിയതൊക്കെ. അൻസിബ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം അവര് ചർച്ച ചെയ്ത് ലാസ്റ്റ് അത് കൊളാക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അൻസിബ പോയതുകൊണ്ടായിരിക്കണം മേ ബി ഋഷി ഈ ടിക്കറ്റ് ടു ഫിനാലയിലൊക്കെ നല്ല പോലെ ഗെയിം കളിച്ചത്. അതുകൊണ്ട് പോയത് എന്തുകൊണ്ടും നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ സുരേഷ് കുമാർ ഫുൾ മേക്ക് ഓവറിലാണ് കേട്ടോ തിരിച്ചെത്തിയത്. അതായത് പണ്ടത്തെ സുരേഷ് കുമാർ ഒന്നല്ല ഇപ്പൊ തിരിച്ചെത്തിയത്, ഫുൾ മേക്ക് ഓവർ ആയിരുന്നു. താടിയൊക്കെ വളർത്തി, മൊത്തത്തിലെ ലുക്കൊക്കെ മാറി, കോസ്റ്റ്യൂം ഒക്കെ ഫുൾ ചേഞ്ച് ആയി. അതായത് നമ്മള് പണ്ട് കണ്ട സുരേഷ് കുമാർ ഒന്നും അല്ല, ഇപ്പൊ മൊത്തത്തിൽ ചേഞ്ച് ആയി. നമുക്കറിയാം സുരേഷ് കുമാർ മാക്സിമം എല്ലാവരെയും കണക്ഷൻ വെച്ചിരുന്ന അല്ലെങ്കിൽ എന്റർടൈൻ ചെയ്ത ഒരാളായിരുന്നു. ആരോടും അങ്ങനെ ഒരു വഴക്കോ ബഹളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ രീതിയിലാണ് ആള് പോയിരുന്നതെങ്കിലും അത്യാവശ്യം എന്റർടൈനിങ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്നപ്പോഴും അതേ ഹാപ്പിനെസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവർക്കും സുരേഷ് കുമാറിനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. എല്ലാവരും വന്ന് സംസാരിക്കണു, വിശേഷങ്ങൾ പറയണു, അങ്ങനെയൊക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ തിരിച്ചു വന്നതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര വെൽക്കമിങ് കിട്ടിയത് സുരേഷ് കുമാറിനാണെന്ന് എല്ലാവരും ഭയങ്കര കാര്യത്തിൽ വന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇനി സിജോ, അതുപോലെ സായി, നന്ദന, നോറ, സിബിൻ അവരും കൂടി എത്തിയാല് ഫുള്ളായി. ഇതിലിപ്പോ എവിക്റ്റ് ആയ ശ്രീതു എത്തുമെന്നൊന്നും അറിയില്ല. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ശ്രീതു മിഡ് വീക്ക് എവിക്ഷനിൽ എവിക്റ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീതു ഇനി തിരിച്ചു വരുമോന്ന് അറിയില്ല. മറ്റൊന്ന് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിലുള്ളവർക്കായി, അതായത് ഇപ്പൊ നിലവില് വീട്ടിലുള്ളവർക്കായിട്ട് ഒരു സർപ്രൈസ് കൊടുത്തിരുന്നു. അതായത് സ്റ്റാർട്ടിങ് മുതലേ ഈ അടുത്ത ദിവസം വരെയുള്ള ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചിരുന്നു. അതിൽ ഓരോ മത്സരാർത്ഥികളുടെയും ഇമോഷണൽ സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ ചെയ്തിരുന്നത്. സാധാരണ കഴിഞ്ഞ സീസണിലൊക്കെ ഈ ഫൈനൽ ടൈം വരുമ്പോൾ ടോട്ടൽ സംഭവങ്ങൾ, അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള സന്തോഷമുള്ളതും സങ്കടമുള്ളതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇങ്ങനെ പ്ലേ ചെയ്ത് കാണിക്കാറ്. ഇത്തവണ ഇമോഷണൽ സംഭവങ്ങൾ മാത്രം വെച്ചാണ് ചെയ്തിരുന്നത്. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ജാസ്മിൻ, അതുപോലെ ജിൻഡോ, ജാൻമണി ഇവരൊക്കെ ഫുള്ള് കരച്ചിലായിരുന്നു. ജിൻഡോ ഗബ്രീനെ കെട്ടിപ്പിടിച്ച് പറയാം. അതായത് വീഡിയോ കണ്ടതിന് ശേഷം ഗബ്രീനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, ഒന്നും മനസ്സിൽ വെക്കരുത്, ഗെയിം സ്പിരിറ്റിൽ കാണണം, അതേപോലെ 100 ദിവസം ഇവിടെ വന്ന് നിന്നതിന്റെ ബുദ്ധിമുട്ട് തനിക്ക് മാത്രം അറിയൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജാൻമണി ആണെങ്കിലും ഫാമിലി പോലെയായി, തിരിച്ചു പോകാൻ തോന്നുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ഒരൊറ്റ വീഡിയോ കാരണം എല്ലാവരും ഇമോഷണൽ ആയിരുന്നു. സ്വാഭാവികമായിട്ടും ഇമോഷണൽ ആവും. കാരണം ഫൈനൽ ടൈമിൽ എത്തുമ്പോൾ എല്ലാവർക്കും ഇമോഷണൽ ഫീലിങ്സ് ഒക്കെ വരും. സ്റ്റാർട്ടിങ്ങിൽ അടി ഉണ്ടായിരുന്നു, വഴക്കുണ്ടായിരുന്നു, ബഹളം ഉണ്ടായിരുന്നു, അതിനൊന്നും അവിടെ കാര്യമില്ല. അവസാന ടൈം ആകുമ്പോൾ എല്ലാവരും ഇമോഷണൽ ആവും. എന്തായാലും ആ വീഡിയോ പ്ലേ ചെയ്തത് ഒരു അടിപൊളി സംഭവമായിരുന്നു. അതുപോലെ മത്സരാർത്ഥികൾക്ക് വേണ്ടി ഒരു ഗാനമേള ബിഗ് ബോസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രസീത ചാലക്കുടി എന്ന് പറഞ്ഞിട്ടൊരു സിംഗറുടെ പതി ഫോക്ക് ബാൻഡ് ആണ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ഫോക്ക് ബാൻഡിന്റെ ഫുൾ ടീം അവിടെ എത്തിയിരുന്നു. ഫുള്ള് പാട്ട്, ഡാൻസ്, അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തു. അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബാക്കിയുള്ളവരും കൂടി വന്നതിന് ശേഷം ഈ പരിപാടി കൊടുത്താൽ മതി എന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാവരും വന്ന് ഒരു ഗെറ്റ് ടുഗദർ പോലെ ആയിരുന്നു എങ്കിൽ നന്നായിരുന്നു തോന്നി. എന്തായാലും ആ ഒരു ബാൻഡ് വന്നതും ആ ഒരു ഗാനമേളയും എല്ലാം അടിപൊളിയായിരുന്നു. ഇനി ഇതിന്റെ ഇടയിൽ ഒരു സ്പോൺസേർഡ് ടാസ്ക് ഉണ്ടായിരുന്നു KP നമ്പൂതിരീസിന്റെ. അപ്പോൾ ഇത്രയൊക്കെയാണ് എപ്പിസോഡിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ ഗബ്രി ജാസ്മിനും വീണ്ടും പ്രേക്ഷകരെ കൺഫ്യൂഷനിലാക്കുന്നുണ്ടോ എന്ന സംശയം ഇല്ലാതില്ല. കാരണം ഗബ്രി പോയപ്പോൾ ഫുൾ ആക്റ്റീവ് ആയിരുന്ന, അല്ലെങ്കിൽ എല്ലാവരോടും സംസാരിച്ചിരുന്ന ജാസ്മിൻ ഗബ്രി തിരിച്ചെത്തിയപ്പോൾ വീണ്ടും ഒതുങ്ങിക്കൂടിയ അവസ്ഥയാണ്. അതാണ് സത്യം പറഞ്ഞാൽ മാറ്റുന്നത്. കാരണം സംസാരിക്കുന്നതും ഒരുമിച്ചിരിക്കുന്നതും ഒക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിൽ നമുക്കൊന്നും ഇടപെട്ട് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ വീണ്ടും പഴയ പോലെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്താതിരുന്നാൽ നല്ലതാണ്. കാരണം ഗെയിമാണ്, എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവിടെ ജയിക്കാനൊന്നും പറ്റില്ല. അത് ജാസ്മിന് തന്നെ നെഗറ്റീവ് ആവും. പ്രത്യേകിച്ച് വോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വോട്ടില്ലെങ്കിൽ ഓക്കെ, പക്ഷെ വോട്ടും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇനിയുള്ള ഒരു ദിവസമെങ്കിലും നല്ലപോലെ നിന്നാലേ അവർക്ക് തന്നെ ഗുണം ചെയ്യും. അതേപോലെ ബാക്കിയുള്ളവർ കൂടി എത്തിക്കഴിഞ്ഞാൽ ഒരു ഗ്യാതറിങ്ങിന് ശേഷം എല്ലാവരും തിരിച്ചു പോകും. പിന്നെ വരുന്നത് ഗ്രാൻഡ് ഫിനാലെയാണ്. ടോപ്പ് 5-ൽ നിന്ന് ഫൈനലിസ്റ്റ് ആരെന്നറിയാൻ ഒരു ദിവസം കൂടി മതി. ഒരു ദിവസം കൂടി കഴിഞ്ഞാല് അറിയാം ആരാണ് ഫൈനലിസ്റ്റ് ആവാന്ന്. എന്തും സംഭവിക്കാം അല്ലെ. ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ടാഗ് ലൈൻ പോലെ ആകുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പ്രതീക്ഷിച്ചവരാവും, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തവരാവും കപ്പ് ഉയർത്തുക. എന്തായാലും അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായി നാളെ കാണാം.